രണ്ട് ചാനലുകൾക്ക് നൽകിയ ഇന്റർവ്യൂ അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനിപ്പോൾ അത്രയും വലിയൊരു പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അതിനർത്ഥമില്ല. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഒരു സ്ഥാനം വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നയവർക്ക് ആ രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അത് ശിരസ വഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനം മാന്യമായ രീതിയിൽ അദ്ദേഹം സ്ഥാനം ഒതുക്കി പുതിയതായി ഹൈക്കമാൻഡ് നിയോഗിച്ച സണ്ണി ജോസഫിന് അതിൻ്റെ ബാറ്റൺ കൈമാറിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായി നല്ല ഒരു സന്തോഷം, മനസ്സിന് സന്തോഷത്തോടു കൂടിയിട്ട് പുതിയ ആൾക്ക് ബാറ്റൺ കൈമാറാൻ ആഗ്രഹിച്ചു. ഏതായാലും അദ്ദേഹം പാർട്ടി പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞത് ഒരു തെറ്റായിട്ട് കാണാൻ ആവശ്യമില്ല.